ഈ ഒരു കോമ്പിനേഷൻ്റെ രുചി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലേ. ചക്കക്കുരുവും മുരിങ്ങക്കോലും മാങ്ങായും ചെമ്മീനും കൂടിയുള്ള കറി എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതേ ചക്കക്കുരുവും മുരിങ്ങക്കോലും മാങ്ങയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനും ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത ചക്കക്കുരു ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ പിളർന്നതും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ചക്കക്കുരു ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങയും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. മാങ്ങയൊക്കെ ഇട്ടതിന് ശേഷം മുരിങ്ങക്കോൽ ഇടാവുള്ളൂ കേട്ടോ. ഞാൻ മുരിങ്ങക്കോൽ കൂടി ഒന്ന് ചൂട് കയറിയതിന് ശേഷമാണ് കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്തത്. കുഞ്ഞ് ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുമല്ലോ, ചെമ്മീനത്തിനൊന്നും അധികം വേവില്ലല്ലോ. ചെമ്മീനും കൂടിയിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് കേട്ടോ. അതേ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കല്ലിലിട്ടാണ് അരച്ചത്. എനിക്കല്ലെങ്കിലും കല്ലിലൊക്കെ അരച്ച് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുള്ളവർ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. ഇനി കറി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒരു നുള്ളും മുളക് പൊടിയും കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ആ കറിയുടെ ആ മണമൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമ്മൾ ചോറ് വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ അകത്തേക്ക് കറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ കറി മാത്രം മതി ചോറ് തിന്നാനായിട്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ ഉദ്രാണിയമ്മ വന്നപ്പോൾ ഉദ്രാണിയമ്മക്ക് കറിയൊന്നും വേണ്ട മകനെ, എനിക്ക് ഇച്ചിരി പുളി ചാലിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാന്താരിമുളകും പുളിയും ചെറിയ ഉള്ളി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചാലിച്ച് കൊടുത്തു. അപ്പോൾ എനിക്കൊരു കൊതി അതും കുറച്ചെടുത്തേക്കാന്ന്. അതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചിങ്ങയും ചെമ്മീനും മെഴുക്ക് പുരട്ടിയതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.